അള്ളാഹു നമ്മളെ കാക്കട്ടെ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങളും തമ്മിൽ ചെറിയ ഒരു വാക്കിൽ ചെറിയ ഒരു വിഷയമുണ്ടായി ഒരു ദിവസം. ആ വിവരം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തു റസൂലിനോട് പറഞ്ഞപ്പോ സങ്കടത്തോടുകൂടെ അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു സംഭവം ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഖലത്ത് ഫാത്തിമത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മകളാണല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഒരിക്കൽ മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വന്നു. ഫലമ്മാ നളറത് ഇലൈഹി, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായി നബി തങ്ങളിലേക്ക് നോക്കിയപ്പോൾ ദമഅത ഐനാഹാ, ഫാത്തിമ ബീവിയുടെ രണ്ട് കണ്ണും നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്. മകൾ വാപ്പാന്റെ അടുത്തേക്ക് വന്നതാണ്. മകളെ മുഖത്തേക്ക് നോക്കിയപ്പോ പടച്ചോനെ ആ മകളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. മുഖത്തും വല്ലാത്ത ഭാവപ്പകർച്ചയുണ്ട്. ഉടനെ ഫഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് ചോദിച്ചു, മാലകി യാ ബിൻതി, അല്ല പൊന്നുമോൾ നിനക്കിതെന്തു പറ്റി? മോളെ നിനക്കിതെന്തു പറ്റി? കാലത്ത് ഉടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കാന ബൈനി വ ബൈന അലിയിനിൽ ബാരിഹത മിസാഹ്, ഇന്നലെ രാത്രി ഞാനും അലിയാർ തങ്ങളും തമ്മിൽ ഒരു സംസാരമുണ്ടായി. ഞങ്ങൾ ചില തമാശകൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ പല തമാശകളും പറയുമല്ലോ. നബിയെ, ഇന്നലെ രാത്രി അലിയാർ തങ്ങളുമായി ഒരു തമാശ പറഞ്ഞു. പക്ഷേ അതിനിടയിൽ വനശഅ മിനൽ കലാമി അൻ ഗളിബ അലിയുൻ ബികലിമത്തിൻ ഖറജത് മിൻ ഫിയാ, ആ തമാശക്കിടയിൽ എന്റെ വായയിൽ നിന്നുണ്ടായ ഞാൻ പറഞ്ഞ ഒരു വാക്ക് അലിയാർ തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു നബിയെ. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത നിലക്കുള്ള ഒരു വാക്ക് എന്റെ വായയിൽ നിന്നുണ്ടായി. അത് അലിയാർ തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. അലിയാർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി നബിയെ. അപ്പൊ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അപ്പൊ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. നബിയെ, ഇതാണ് കാര്യം, അതാണ് എന്റെ കണ്ണ് നിറയിപ്പിച്ചതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വർത്താനം. ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ബിൻതി, എന്റെ പൊന്നുമോളെ, അമാലിംതി, അല്ല മോളെ നിനക്കറിഞ്ഞുകൂടെ, അന്നരിള സൗജി ഹുവ റിളല്ലാഹ് വഗളബ സൗജി ഹുവ ഗളബുല്ലാഹ്. ഭർത്താവിന്റെ ദേഷ്യമാണ് മോളെ അല്ലാഹുവിന്റെ ദേഷ്യം. ഭർത്താവിന്റെ സ്നേഹമാണ് മോളെ അല്ലാഹുവിന്റെ സ്നേഹം. ഭർത്താവിന്റെ പൊരുത്തമാണ് മോളെ അല്ലാഹുവിന്റെ പൊരുത്തം. യാ ബിൻതി, എന്റെ പൊന്നുമോൾ, അയ്യും അംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, അബിദത ഇബാദതൻ കഇബാദതി മറിയമ ബിൻതി ഇമ്രാൻ, ഏതെങ്കിലും ഒരു പെണ്ണ് മറിയം ബീവിയുടെ അമല് പോലെ അമല് ചെയ്തു എന്ന് സങ്കല്പിക്കും. ഇമ്രാന്റെ മകൾ ഖുർആൻ പറഞ്ഞ മറിയം ബീവി റളിയല്ലാഹു അൻഹയുണ്ടല്ലോ, ആ മറിയം ബീവി അമല് ചെയ്യുന്നത് പോലെ ഒരു പെണ്ണ് അമല് ചെയ്തു എന്ന് വിചാരിക്കും. പിന്നെ
പിന്നെ അവളുടെ കാര്യത്തിൽ ഭർത്താവ് സംതൃപ്തനായില്ല, അവളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട്, അവളുടെ പെരുമാറ്റവും പ്രവർത്തനവും മോശമായത് കൊണ്ട്, അവളൊരു ദുസ്വഭാവിയായത് കൊണ്ട് ഭർത്താവ് അവളിൽ സംതൃപ്തയായില്ല എങ്കിൽ യുഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ. അങ്ങനെയുള്ള പെണ്ണിന്റെ ഒരു ഫർളായ അമലോ ഒരു സുന്നത്തായ അമലോ ഒന്നും സർവശക്തനായ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ കുറിച്ച് നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തണം. നമ്മൾ പറയുന്നത്, നമ്മളുടെ പെരുമാറ്റം, അതൊക്കെ ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന് സമ്പൂർണ്ണ സംതൃപ്തിയുള്ളതാവണം. അങ്ങനെയൊക്കെയാകുമ്പോഴേ ഗുണമൊത്ത പെണ്ണായി നമ്മൾ മാറൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെയും അതിന് സൗഭാഗ്യം നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.